പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് വിക്രമിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, മോള് വിക്രമിനെതിരായിട്ട് സാക്ഷി പറയാൻ പോവാണോ? വിക്രം ഒരിക്കലും തെറ്റായിട്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പുറകെ ഒരു കാരണം കാണുമെന്ന് കമലമ്മ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ലമ്മേ, അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് വിക്രം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട കാര്യം മാത്രമേ പോലീസിനോട് പറഞ്ഞിട്ടുള്ളൂ. സമൂഹത്തിന്റെ മുന്നിൽ ഏതായാലും വിക്രം ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. വിക്രമിനെ ഇനി ആരൊക്കെ എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതാണ് സത്യം എന്നിങ്ങനെ വേദ വിളിച്ചു പറയുന്ന സമയത്തിന് വേദയെ സപ്പോർട്ട് ചെയ്ത് കൂടത്തിന് സുധാകരൻ മാഷും പറയുന്നുണ്ട്, കമലം, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവൻ അങ്ങനെ ഒരാളെ തല്ലി ചതച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ നീ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട എന്ന് മാഷ് പറയുന്ന സമയത്തിന് സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ കമലമ്മ. ഇതെല്ലാം കാണുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കട്ടോ. എന്നിട്ട് വേദയോടെ നോക്കിക്കൊടുത്തിട്ട് കമലമ്മയോട് പറയുന്നുണ്ട്, അമ്മയല്ലേ ഇവളെ ഇത്ര നാൾ തോളിൽ എഴുത്ത് വെച്ചുകൊണ്ട് നടന്നത്? ഇപ്പൊ കണ്ടില്ലേ ഇവളെ കൊണ്ടുള്ള അമ്മക്കുള്ള ഉപകാരം? ഇവളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ വിക്രമിനെ പോലീസുകാർ അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇവളല്ലേ? ഇവൾ വായടച്ചൊന്നും മിണ്ടാതിരുന്നെങ്കിൽ ഒരിക്കലും പോലീസുകാർ ഇവിടെ വന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവില്ലായിരുന്നു. എന്നിട്ടിപ്പോ അവൾ അങ്ങ് വലിയ ആളാവാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന്റെ വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിനെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കും. അന്നേരം മാഷ് പറഞ്ഞിട്ട്, ഇനി ആരും വേദമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. വേദമോളുടെ കൂടെ ഞാനും കാണും ഇനി പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ഞാൻ തന്നെ അവനെതിരായിട്ട് എഴുതി കൊടുക്കും ഈ കേസിൽ വേദമോള് സാക്ഷിയാണെന്ന്. മാഷിന്റെ വാക്ക് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ കമലമ്മ മാഷിനെയും വേദയും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. സങ്കടം സഹിക്കാനാവാതെ കമലമ്മ അകത്തേക്ക് പോയതോടുകൂടി തന്നെ സുധാകര മാഷ് ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട്, വേദമോള് പോയിട്ട് റെഡിയാവ്, നമുക്കിപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറയും. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേദ അകത്തേക്ക് പോകുന്നതോടുകൂടി തന്നെ സുധാകര മാഷ് ഇങ്ങനെ നന്ദിനി തുറപ്പിച്ചു നോക്കി ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് പോവാണ്. ഇതെല്ലാം കണ്ടിട്ട്, ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടിട്ട് നന്ദിനിക്ക് ഭയങ്കര അങ്ങ് സന്തോഷമാവുകയാണെന്ന് മാത്രമല്ല, നന്ദിനി ഏതായാലും ഈ വിവരം ചൂടോടെ തന്നെ രാധയെ വിളിച്ചറിയിക്കും. രാധയ്ക്ക് ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ഞാൻ അന്നേ അവനോട് പറഞ്ഞതാ അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കൂടെ കൂടിയിരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്നും തന്നെ അവൻ അന്ന് കേട്ടില്ല. അപ്പൊ നന്ദിനി പറഞ്ഞിട്ട്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ വിക്രമിനെ അവൾ തള്ളിക്കളയുമെന്ന്. ഏതായാലും അവസാനം വിക്രമിനെ നീയേ കാണുള്ളൂ. ഇങ്ങനെയുള്ള ഒരുത്തിനെ ഏതാണ് വിശ്വസിക്കുക? കൂടെ നിന്നിട്ട് പോലും അവൾ വിക്രമിനെ അങ്ങ് ചതിച്ചില്ലേ? ഇത്ര കാലം അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്? വിക്രമിനോട് എത്ര മാത്രമായിരുന്നു അവളുടെ സ്നേഹം? ഏതായാലും അവളുടെ സ്നേഹം അമ്മ ഒന്ന് മനസ്സിലാക്കട്ടെ. അവസരം കിട്ടിയപ്പോഴേക്കും അവൾ വിക്രമിനെ അങ്ങ് ചവിട്ടി തേച്ചില്ലേ എന്നൊക്കെ പറയട്ടെ നന്ദിനി. എന്നിട്ട് നന്ദിനി പറഞ്ഞിട്ട്, നീ എങ്ങനെയെങ്കിലുമൊക്കെ വിക്രമിനെ പുറത്തിറക്കാൻ നോക്ക്. ആ MLA-യുടെ മകനെങ്ങാനും തട്ടിപ്പോയാൽ പിന്നെ 10 വർഷമെങ്കിലും വിക്രം അകത്ത് കിടക്കേണ്ടി വരും. അത്രക്ക് പവറുള്ള ആളാ ആ MLA. ഇതേ സമയത്തിന് പോലീസുകാരേതായാലും വിക്രമിനെ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടടക്കും. അതിനുശേഷം നേരെ MLA വാസവനെ വിളിച്ചിരിക്കുന്നുണ്ട്. വിക്രമിനെ ഞങ്ങൾ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവന് സാക്ഷിയായിട്ട് അവന്റെ ഭാര്യ തന്നെ പറഞ്ഞു. അവന്റെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏതായാലും വിക്രമിനെ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള വിവരമെല്ലാം തന്നെ വാസവനെ വിളിച്ച് പറയട്ടെ പോലീസുകാര്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വാസൻ ഒരുപാട് ആശ്വാസമാവുന്നുണ്ടെന്ന് മാത്രമല്ല, വാസവൻ പറയുന്നുണ്ട്, ഇനി ഏതായാലും അവന് എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ ഭാര്യ തന്നെ അവനെതിരായിട്ട് സാക്ഷി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്യുന്നത്. വിക്രം ഏതായാലും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. ഇത്രമാത്രം വേദയെ താൻ സ്നേഹിച്ചിട്ട് പോലും വേദ തനിക്കെതിരെ സാക്ഷി പറഞ്ഞല്ലോ. കാര്യം പോലും മനസ്സിലാക്കാതെ വേദ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തായാലും എങ്ങനെയെങ്കിലും താൻ തന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വേദയോടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങുമായിരുന്നു. കുറച്ചു കാലം കൂടി ഇതേപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശരിക്കും ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചേനെ. അത്രമാത്രം എന്റെ മനസ്സ് അവളിലേക്ക് അടുത്തിരുന്നു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവളോടെന്നും പ്രണയമായിരുന്നു. രണ്ടുപേരുടെയും വീട്ടുകാർ അംഗീകരിച്ച സ്ഥിതിക്ക് പിന്നെ ശരിക്കും ഞാൻ അവൾക്ക് എന്റെ മനസ്സിൽ ഒരു ഭാര്യയുടെ സ്ഥാനം തന്നെയായിരുന്നു കൊടുത്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിക്രം ചിന്തിക്കാൻ. അപ്പോഴായിരിക്കൂടെ വേദയെ കൂട്ടിക്കൊണ്ടതിന് സുധാകര മാഷ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് വിക്രം കണ്ണിമ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നാൽ സുധാകരൻ മാഷ കണ്ട ഉടനെ തന്നെ വിക്രം അങ്ങ് തലകുനിച്ച് നിൽക്കും. വേദ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതിന് ശേഷം താൻ കണ്ട കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങ് എഴുതി കൊടുക്കും. വിക്രമിനെതിരെ സാക്ഷി എഴുതി കൊടുക്കുന്ന സമയത്തിന് പോലീസുകാർ പറഞ്ഞിട്ട്, താങ്ക്സ് വേദ, ഇനി വേദ ഒരിക്കലും മൊഴി മാറ്റി പറയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ല സർ, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ കണ്ട കാര്യം ഏത് കോടതിക്ക് മുൻപാകെയും ഞാൻ പറയുമെന്ന് പറയും. പോലീസുകാരൻ പറഞ്ഞിട്ട്, നാളെ തന്നെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഉറപ്പായിട്ടും വേദ വന്ന് സാക്ഷി പറയണമെന്ന് പറയുന്ന സമയത്തിന്, ഞാൻ വരാം സർ എന്ന് പറയാണ് വേദ. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, എന്റെ മകൻ അത്ര വലിയൊരു ക്രൂരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും അവൻ ശിക്ഷ അനുഭവിക്കണം. ഇത് വേദയുടെ മാത്രം തീരുമാനമല്ല, എന്റെയും ആഗ്രഹം അത് തന്നെയാണ് എന്നൊക്കെ പറയും. മാഷിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് സങ്കടമായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം അവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ പോലീസുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് വിക്രത്തിനോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ സമ്മതം കൊടുത്തതുകൊണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി വേദ വിക്രമിന്റെ അടുത്തേക്ക് വേദ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് വിക്രം ഏതായാലും വേദയെ നോക്കിയിട്ട് ഒരു പുച്ഛഭാവത്തിൽ അങ്ങ് ചിരിക്കാണ്. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യരെ ഒരു പട്ടിയെ പോലെ നടു റൂട്ടിലിട്ട് തല്ലിച്ചതച്ചത്?
അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് തുറന്നു പറയണം. പറ, ശ്രീനിവാസൻ സാറിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? അപ്പൊ വിക്രം പറയുന്നത്, എനിക്ക് ഏതായാലും അതൊരിക്കലും നിന്നോട് പറയാൻ പറ്റില്ല. നീ ഇനി എവിടെ പോയിട്ട് എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ഒരിക്കലും ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് പറയും. എനിക്കിപ്പോ ഒരേ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ, അവന്റെ ജീവൻ അങ്ങ് വെറുതെ വിട്ടത്, അല്ലാതെ യാതൊരു കുറ്റബോധവും ഇപ്പൊ എന്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിക്രം. കാരണം അവൻ ആ മരണം അത്രമാത്രം അർഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ നിന്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തെറ്റുകാരനായിരിക്കും, പക്ഷേ എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഒരിക്കലും ഞാനൊരു തെറ്റുകാരനല്ല. നിനക്കിനി നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്തിന്റെ വേദ പറയുന്നത്, ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് അതെന്റെ കടമയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് എന്റെ നിഘണ്ടുവിലുള്ളതാണ്. അതിപ്പോ എന്റെ സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും ഞാൻ ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ. പക്ഷെ നിങ്ങൾ എന്റെ സ്വന്തം ഭർത്താവാണ്. ഇനിയിപ്പോ ഭർത്താവാണെങ്കിൽ പോലും നിയമപരമായിട്ട് തന്നെ പോവട്ടെ, അത് അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറയട്ടോ വേദ ഏതായാലും മാഷിനെ കൂട്ടി ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നോണ്ടിരിക്കുന്ന സമയത്തിന് മാഷ് വേദയോട് പറഞ്ഞിട്ട്, കമലം ഒരു പക്ഷേ സങ്കടപ്പെട്ട് വിഷമം കൊണ്ട് എന്തെങ്കിലും വേദയോട് പറയും. വേദ അത് ഒരിക്കലും തന്നെ കാര്യമാക്കണ്ട. വേദയുടെ കൂടെ എന്തിനും ഞാനുണ്ടെന്നിങ്ങനെ സുധാകര മാഷ് വാക്ക് കൊടുക്കുന്ന സമയത്തിന് വേദ ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കട്ടെ മാഷിനെ നോക്കുന്നത്. വേദയും മാഷ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതോടുകൂടെ തിരിഞ്ഞായിരിക്കട്ടെ രാധ വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. വിക്രമിന്റെ ആ ഒരു അവസ്ഥ കാണുന്ന സമയത്തിന് രാധക്ക് ഭയങ്കര സങ്കടമായിരിക്കും. രാധ പറഞ്ഞിട്ട്, അവൻ നിന്നെ ചതിച്ചില്ലേ വിക്രം? ഇപ്പോഴെങ്കിലും നിനക്ക് അവളുടെ സ്വഭാവം ശരിക്കും അങ്ങ് മനസ്സിലായില്ലേ? അവൾ എന്തിനാണ് നിന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് അവകാശം പറഞ്ഞ് വന്നത് എന്ന കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ വിക്രം? അവൾക്ക് വേണ്ടിയിട്ട് നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതെങ്കിലും അവൾ ഓർത്തോ? അവൾക്ക് വേണ്ടിയിട്ടില്ലേ നീ പോലീസിന്റെ അടിയും ഇടിയും ഒക്കെ കൊണ്ടത്? എന്നിട്ട് പോലും ദേ ഒരവസരം വന്നപ്പോഴേക്കും നിനക്കെതിരായിട്ടല്ലേ അവൾ സാക്ഷി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ രാധ ചോദിക്കുമ്പോൾ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രം ചോദിക്കുന്നുണ്ട്, ഓ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വന്നത് എന്നൊക്കെ ചോദിക്കും. എനിക്കേതായാലും ആരെയും കാണണ്ട, ആരുടെയും ആശ്വാസവാക്ക് എനിക്ക് കേൾക്കണ്ട, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാൻ നോക്കി രാധ എന്ന് പറയുന്ന സമയത്തിന് രാധ ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലാകുന്ന സമയത്ത് ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടെ പുറത്തിരിക്കും? ഇനിയിപ്പോൾ കേസ് ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ എന്തായാലും നിന്നെ കോടതിയിൽ ഹാജരാക്കും. അവൾ പിന്നെ വീണ്ടും നിനക്കെതിരായിട്ട് സാക്ഷി പറയും. അങ്ങനെ അവൾ എങ്ങാനും നിനക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞാൽ പിന്നെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ ചിന്തിച്ചോന്നൊക്കെ ചോദിക്കാട്ടോ രാധ. അപ്പൊ വിക്രം പറയുന്നത്, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കോടതി എന്നെ തൂക്കിക്കൊല്ലാണ്ട വിധിയെങ്കിൽ അതങ്ങ് ചെയ്തോട്ടെ. ഇനിയിപ്പോ എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ അതങ്ങ് അനുഭവിച്ചോളാം, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോയി തരുമെന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് രാധയോടങ്ങ് ഷൗട്ടിയാണ് വിക്രം. അപ്പൊ രാധ പറഞ്ഞിട്ട്, എനിക്കറിയാം വിക്രം, നീ അങ്ങനെ ഒരു മനുഷ്യനെ നടു റോട്ടിലിട്ട് തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള കാരണം കാണുമെന്ന്. അല്ലാതെ നീ ഒരിക്കലും ഒരു മനുഷ്യനിങ്ങനെ തല്ലിച്ചതക്കില്ല എന്ന കാര്യം എനിക്കറിയാമെന്നിങ്ങനെ രാധ പറയുന്ന സമയത്തിന്റെ മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുമായിരിക്കട്ടോ വിക്രം. ഇതേ സമയത്തായിരിക്കും ശ്രീനിവാസൻ സാർ വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ പോലീസുകാർ പറഞ്ഞിട്ട്, വിക്രത്തിന് ജാമ്യത്തിലിറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നാളെ ഏതായാലും വിക്രമിനെ കോടതിയിൽ ഹാജരാക്കും. വിക്രമാണ് നടുറോട്ടിൽ വെച്ച് വരുണിനെ തല്ലിച്ചതച്ചത് എന്നെല്ലാം തന്നെ വിക്രമിന്റെ ഭാര്യയായിട്ടുള്ള വേദ ഏതായാലും എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വിക്രമിനെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയാൻ വരുന്നതും വിക്രത്തിന്റെ ഭാര്യയായിട്ടുള്ള വേദയായിരിക്കും എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, എനിക്ക് എന്തായാലും വിക്രത്തിനെ ഒന്ന് കാണണമെന്ന് പറയുന്ന സമയത്തിന് അവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ശ്രീനിവാസൻ സാർ ഏതായാലും വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിന് രാധയെ കാണും. രാധ ശ്രീനിവാസൻ സാറോട് പറയുന്നുണ്ട്, സാറ് എങ്ങനെയെങ്കിലും എന്റെ വിക്രത്തിനെ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്തിന് രാധ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രാധനെ അവിടെ നിന്നും പറഞ്ഞാൽ രാധ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാനുള്ളിടത്തോളം കാലം വിക്രത്തിനൊന്നും സംഭവിക്കില്ല, ഞാനില്ലേ വിക്രത്തിന്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസൻ സാർ പറയുന്നത് കേട്ടിട്ട് രാധക്ക് ഒത്തിരി ആശ്വാസമാവും. രാധ വിക്രമിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ്. ശ്രീനിവാസൻ സാറിനെ കാണുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, ഇപ്പോ ആ ബാലന്റെ മകൾക്ക് എങ്ങനെയുണ്ട് സാർ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ ചോദിക്കുന്നുണ്ട്, വിക്രം നിനക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞത് നിന്റെ ഭാര്യ വേദ തന്നെയാണല്ലേ? അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, അത് വിട്ടേക്ക് സർ, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. അവൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഞാൻ ആ പയ്യനെ തല്ലിച്ചതക്കുന്നത്. പക്ഷേ അവൾക്കറിയില്ലല്ലോ ഞാൻ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പൊ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, ഒരിക്കലും വേദ നിനക്കെതിരായിട്ട് മൊഴി പറയാൻ പാടില്ല, എല്ലാ സത്യങ്ങളും ഞാൻ വേദയോട് തുറന്നു പറയാമെന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, വേണ്ട സർ, അത് കുട്ടിയുടെ പേരൊരിക്കലും ഇതിലേക്ക് വലിച്ചഴക്കരുത്, അതൊരിക്കലും ബാലൻ സാറിന് താങ്ങാനാവില്ല എന്നിങ്ങനെ വിക്രം വിഷമത്തോടു കൂടെ പറയുന്ന സമയത്തിന് അതിലേറെ വിഷമായിരിക്കും ശ്രീനിവാസൻ സാർ. വളരെ വിഷമത്തോടു കൂടെ തന്നെ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, അത് പിന്നെ വിക്രം, ബാലൻ സാറിന്റെ മോള് മരിച്ചുപോയി എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ആകെ അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. വിക്രത്തിന് സങ്കടവും ദേഷ്യമൊക്കെ വന്നു കൊടുത്തിന് ആ ഒരു ചുമരിലങ്ങ് ആഞ്ഞടിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ട്, ഇനി ഒരിക്കലും അവൻ ജീവിച്ചിരിക്കാൻ പറ്റില്ല സാർ എന്നൊക്കെ പറയും. ഇനി ഞാൻ ഏതായാലും അവനെ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അന്നേരം ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, വിക്രം നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എല്ലാം ഉപേക്ഷിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട്, നിന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട് വേദേനെ നീ മറക്കരുത് എന്നിങ്ങനെ ശ്രീനിവാസൻ സാർ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഇല്ല സർ, എനിക്കിപ്പോഴും അവളോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല. അവൾക്ക് സത്യമൊന്നും അറിയാത്തത് കൊണ്ടല്ലേ അവൾ എനിക്കതിരായിട്ട് മൊഴി കൊടുത്തത്. പിന്നെ അവൾ കുറച്ചു കാലം സന്തോഷിച്ചിരുന്നു, ഞാൻ ഒരുപാടധികം മാറിയെന്ന് വിചാരിച്ചിട്ട്. അവളോടുള്ള അടുപ്പം കാരണം ഒരു പക്ഷെ ഞാൻ എന്നെ തന്നെ മറന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും, വെറുപ്പായിരിക്കും. പക്ഷേ സർ, ഇപ്പോഴും ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരിക്കലും ഇനി അവളോട് തോന്നാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം.
കാരണം ശരിക്കുള്ള വിക്രം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ നശിച്ച ജീവിതത്തിൽ പോലും അവളുമായിട്ടുള്ള സമയം പങ്കിടുന്ന സമയത്ത് ഞാൻ ഒരു പക്ഷേ എന്നെ തന്നെ വിക്രത്തിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറിന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമായിരിക്കും. വീണ്ടും വിക്രം പറയുന്നുണ്ട്, ബാലൻ സാറിന്റെ മകളുടെ മരണത്തിന് കാരണം അവരാണ്. ഇനി അവൻ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അവരെ ഞാൻ വെറുതെ വിടില്ല സാർ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും